ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ തന്നെ അടുത്തുള്ള ഒരു ഫാമിലോട്ടാണ്. ഇൻസ്റ്റയിൽ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫാമിനെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നാണെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത ദിവസമാണ്. നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് മഴ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയത്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോകണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. മഴയൊന്ന് പെയ്ത് പോയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത് ട്രാവലിംഗ് വരുന്നുണ്ട് നമുക്ക് ഈ ഫാമിലോട്ട് പോകാനായിട്ട്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുറേ കാറുകളൊക്കെ കാണുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ അവിടെ പെയ്തതിനേക്കാളും നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ട്. റോഡെല്ലാം നല്ലപോലെ നനഞ്ഞിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടേക്ക് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അവിടെ നിന്ന് അത് പർച്ചേസ് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് എൻട്രൻസ് ഫ്രീ ഉള്ളത്. 1 to 3 ആണെങ്കിൽ 25 ദിർഹംസും അതുപോലെ തന്നെ എബവ് 3 ആയിട്ടുള്ള എല്ലാവർക്കും 40 ദിർഹംസാണ്. മുൻപാണെങ്കിൽ ഇത് 25 ദിർഹംസ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ അവർ ടിക്കറ്റിൻ്റെ റേറ്റ് അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. പിന്നെ 2 hours നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ബേർഡ്സിനെ എല്ലാം കാണാൻ പറ്റും. അതാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെയുള്ള ആമേൻ്റെയും മൊയലിൻ്റെയും ഒക്കെ കൂട്ടിലേക്ക് നമുക്ക് കയറാനും അതിനെ എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് അനിമൽസിനൊക്കെ കണ്ടതിന് ശേഷം നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പ്ലേ ഏരിയ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള കുട്ടികളെ എല്ലാവരും ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ ടൈം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഒരു കഫറ്റേരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള വാട്ടർ അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങോട്ട് അലൗഡ് അല്ല. പോക്കുട്ടനാണെങ്കിൽ ഇതെല്ലാം കണ്ട അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു ആൾക്ക്. കുറേ നേരം അങ്ങോട്ട് പോവും, പിന്നെ വേറെ ടോയ്സിൽ കയറും. അങ്ങനെയൊക്കെയായിരുന്നു ആളെ എൻജോയ് ചെയ്തത്.
അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ കളിച്ചതിന് ശേഷം ബാക്കിയുള്ള അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമുക്കിവിടെ 2 മണിക്കൂറാണ് ടൈമുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കണ്ടു തീർക്കണം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ പോകുന്ന ടൈമിൽ ടിക്കറ്റ് എടുത്ത കൗണ്ടറിൽ തന്നെ കൊടുത്താൽ മതി. അവരതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടുള്ള എമൗണ്ട് പറയും. അപ്പോൾ നമ്മളത് പേ ചെയ്താൽ നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇവിടുത്തെ ഡേറ്റ്സും അതുപോലെ തന്നെ ഫിഗും ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോവാൻ സമയമായി. 2 മണിക്കൂർ എന്തായാലും നമുക്ക് വേണ്ടി വന്നിട്ടില്ല ഫുള്ള് കണ്ടു തീർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുട്ടികളെല്ലാം ക്യാപ്സിക്കം അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി എല്ലാം അവർക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പേ ചെയ്താൽ മതി. നമുക്ക് ഫാം ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ പോയിട്ടൊരു ചായ കുടിക്കണം. അതിനുശേഷം നമുക്ക് ഡേ ടു ഡേയിൽ പോയിട്ട് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.